നമ്മുടെയൊക്കെ ഫോണിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രൊസസ്സർ എന്ന് പറയുന്ന ഡിവൈസ് ആക്ച്വലി പ്രൊസസ്സർ എന്നല്ല പറയുന്നത്, അതിനെ SoC എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യുന്ന പ്രൊസസ്സർ ഉണ്ടാക്കുന്നത് മണലിൽ നിന്നാണ്. അതുപോലെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഈ ഒരു പ്രൊസസ്സറിനെ പറ്റി പറയാനുണ്ട്. ദിസ് ഈസ് ഫോൺമോസ്. ഇതാണ് പ്രൊസസ്സറിനെ പറ്റിയുള്ള 10 ഫാക്ട്സ്. ആദ്യം എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പ്രൊസസ്സർ എന്ന് പറയുന്ന ഡിവൈസ് എന്ന് പറയുന്ന മാനുഫാക്ചർ ചെയ്യുന്നത് മണലിൽ നിന്നാണ്. അതിപ്പോൾ ഇന്റലിന്റെ ആയാലും ഫോണിൽ യൂസ് ചെയ്യുന്ന കോൾകോം ആയാലും ഏതൊരു ബ്രാൻഡിനെ എടുത്താലും എല്ലാം മണൽ തരിയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അത് ഡയറക്ട്ലി മണൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്. മണലിനെടുത്ത് കാർബൺ മിക്സ് ചെയ്ത് അതിനെ ഹീറ്റ് ചെയ്തൊരു പ്രോസസ്സിൽ കൂടെ ഇതിൽ നിന്ന് സിലിക്കൺ സെപ്പറേറ്റ് ചെയ്തെടുക്കും. ഈ ഒരു സിലിക്കണിൽ നിന്ന് സിലിക്കൺ വേഫർ മാനുഫാക്ചർ ചെയ്യും. ആൻഡ് ഈ ഒരു വേഫറിലാണ് നമ്മുടെ ചിപ്സെറ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. സോ ഇതൊരു വലിയ പ്രോസസ്സാണ്. ഇതിനെപ്പറ്റി ഡെഡിക്കേറ്റഡ് വീഡിയോ വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ്സിൽ മെൻഷൻ ചെയ്യാം. ഇപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിന്റർ യൂസ് ചെയ്ത് ഈ ഒരു വേഫറിന്റെ മേളിൽ പ്രിന്റ് ചെയ്തെടുക്കും പോലെയാണ് ഈ ഒരു ചിപ്സെറ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ പറ്റി അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ആക്ച്വലി ഈ ഒരു സ്നാപ്ഡ്രാഗൺ ആയാലും മീഡിയടെക് ആയാലും ആപ്പിളിന്റെ A സീരീസ് ചിപ്സെറ്റ് ആയാലും ഇതിനെ ഒന്നും പ്രൊസസ്സർ എന്നല്ല പറയുന്നത്, പകരം സിസ്റ്റം ഓൺ എ ചിപ്പ് എന്നാണ് പറയുന്നത്. പ്രൊസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ PC-യിലൊക്കെ യൂസ് ചെയ്യുന്ന ഇന്റൽ ആയാലും AMD ആയാലും അതൊക്കെയാണ് പ്രൊസസ്സർ എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസ് ഈ കോൾകോമിന്റെ ആയാലും മീഡിയടെക്കിന്റെ ആയാലും അല്ലെങ്കിൽ ആപ്പിളിന്റെ ആയാലും ഏതൊരു കമ്പനിയുടെ ആയാലും ഇങ്ങനത്തെ ചിപ്സെറ്റ് എല്ലാം നമ്മൾ പറയുന്നത് SoC എന്നാണ്. അപ്പോൾ SoC എന്ന് പറയാനുള്ള മെയിൻ റീസൺ ഇതിൽ പ്രോസസ്സിംഗ് ആണ് നടക്കുന്നതെങ്കിലും ഇതിൽ വേറെയും കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഇതിൽ തന്നെയാണ് GPU വരുന്നത്, ISP ഇമേജ് സിഗ്നൽ പ്രോസസ്സിംഗ്, അതായത് ഫോട്ടോസ് ഒക്കെ ക്യാപ്ചർ ചെയ്യുമ്പോൾ അതിനെ പ്രോസസ് ചെയ്യാനുള്ള ഒരു യൂണിറ്റ് ഇതിനകത്താണ് വരുന്നത്. ആൻഡ് ഇഷ്ടം പോലെ കോമ്പണന്റ് ഉണ്ട്. DSP എന്ന് പറയുന്ന ഒരു കോമ്പണന്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിലെ കണക്ടിവിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന ഇതാണ്. ഇതിനെല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടി NOC എന്ന് പറയുന്ന ഒരു യൂണിറ്റ് കൂടെ വരുന്നുണ്ട്. അതായത് നെറ്റ്വർക്ക് ഓൺ എ ചിപ്പ് എന്ന് പറയും. ഒരു നെർവസ് സിസ്റ്റം ആണ് ഇതെല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു SoC-ക്കകത്തുള്ളതാണ്. ഇതെല്ലാം വളരെ മൈന്യൂട്ടാണ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് പോലും ഇതിനകത്തുള്ള കോമ്പണൻസ് കാണുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബേസിക് ആയിട്ട് ഒരു SoC-ക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് CPU വരുന്നുണ്ട്, അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട്, GPU വരുന്നുണ്ട്, ഗ്രാഫിക്കൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇപ്പോൾ ഗെയിമൊക്കെ കളിക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രാഫിക്കൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് നമ്മുടെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ ഫോണിൽ ഡിസ്പ്ലേ ഔട്ട് കാണിക്കുന്നതും ഈ ഒരു GPU ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ മോഡം വരുന്നുണ്ട്. അതിനകത്താണ് 5G ആണോ 4G ആണോ അതിനൊക്കെ പറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. പിന്നെ ISP വരുന്നുണ്ട്, ഇമേജ് സിഗ്നൽ പ്രോസസ്സിംഗ് ആണ്. ആൻഡ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ എടുക്കുന്ന ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റിയും അതിന്റെ പ്രോസസ്സിംഗ് എല്ലാം ഇതാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കോമ്പണന്റ് ആണ് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, അല്ലാതെ ഓവറായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. കാരണം ഇത് വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റും കൂടെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു സിലിക്കൺ വെച്ചാണ് നമ്മുടെ ചിപ്സെറ്റ് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു സിലിക്കൺ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു സിലിണ്ടറിന്റെ രൂപത്തിലോട്ട് ആക്കും. ആൻഡ് ഈ ഒരു സിലിണ്ടറിനെ സ്ലൈസ് ചെയ്താണ് നമ്മൾ സിലിക്കൺ വേഫേഴ്സ് ഉണ്ടാക്കുന്നത്. ഒരു വേഫറിൽ ഒരു ചിപ്സെറ്റ് അല്ല ഉണ്ടാക്കുന്നത്, ചിലപ്പോൾ ഒരു 100 ചിപ്സെറ്റ് വരെയൊക്കെ നമുക്ക് ഒരു വേഫറിൽ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. അതെല്ലാം ഈ ഒരു ചിപ്സെറ്റിന്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യും. ഇപ്പോൾ വലിയൊരു ചിപ്സെറ്റ് ആണെങ്കിൽ ഒരു വേഫറിൽ 1 2 ഒക്കെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേ സമയത്ത് ചെറുതാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഈ ഒരു ഒറ്റ വേഫറിൽ തന്നെ മാനുഫാക്ചർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ടേം ആണ് ചിപ്സെറ്റിന്റെ അല്ലെങ്കിൽ SoC-യുടെ ഈൽഡ് എന്ന് പറയാറുണ്ട്. ഇതിപ്പം TSMC ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു കമ്പനി ആണെങ്കിലും ഈൽഡിന് എടുത്ത് പറയാറുണ്ട്. 70% ഈൽഡ് ഉണ്ട് അല്ലെങ്കിൽ 80% ഈൽഡ് ഉണ്ടെന്നൊക്കെ എവിടെയെങ്കിലും കേൾക്കുകയാണെങ്കിൽ ഒരിക്കലും പേടിക്കേണ്ട. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു വേഫർ എടുക്കുകയാണ്, ആ ഒരു വേഫറിൽ ഇപ്പോൾ 100 ചിപ്സെറ്റ് ഉണ്ട് അല്ലെങ്കിൽ 100 SoC ഉണ്ട്. ആ ഒരു 100 SoC-ൽ ചിലപ്പോൾ ഒരു 70 SoC ആയിരിക്കും വർക്കിംഗ് ആയിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഈൽഡ് എന്ന് പറയുന്നത് 70% ആണ്. സോ അതാണ് ബേസിക്കലി ഈൽഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ 70-80% ഒക്കെ ഈൽഡ് ആണെങ്കിൽ വളരെ നല്ലതാണ്. അതല്ല ഇപ്പോൾ 50 അകത്താണ് വരുന്നതെങ്കിൽ ഈൽഡ് വളരെ മോശമായിട്ട് നമുക്ക് കണക്കാക്കാം. അതിപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈൽഡ് കൂടുന്തോറും നമുക്ക് വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും. അത് മാത്രമല്ല കമ്പനിക്ക് പ്രോഫിറ്റബിൾ ആണ്. അതുകൊണ്ടാണ് ഈൽഡ് എടുത്ത് പറയുന്നത്. മാത്രമല്ല അത്രമാത്രം എഫിഷ്യൻ്റ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഈൽഡ് എന്ന് പറയുന്ന ഒരു വാക്കും ഈ ഒരു ചിപ്സെറ്റ് മാനുഫാക്ചറിംഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു കോൾകോം ആണെങ്കിലും ആപ്പിൾ ആണെങ്കിലും മീഡിയടെക് ആണെങ്കിലും ഈ കമ്പനീസ് ഒക്കെയാണ് ചിപ്സെറ്റ് ഡിസൈൻ ചെയ്യുന്നതെന്ന്. ആക്ച്വലി അല്ല. ഒരു ARM എന്ന് പറയുന്ന കമ്പനി ഉണ്ട്, അഡ്വാൻസ് റിസ്ക് മെഷീൻ എന്നാണ് ആ ഒരു കമ്പനിയുടെ ഫുൾ ഫോം പറയുന്നത്. സോ ആ ഒരു കമ്പനിയുടെ കയ്യിൽ നിന്നിട്ട് ഡിസൈൻസ് മേടിക്കും. ഈ ഒരു ചിപ്സെറ്റിന്റെ ഡിസൈൻ മേടിച്ചിട്ട് ഈ കോൾകോം ആയാലും ആപ്പിൾ ആയാലും ഡിസൈൻ ചെയ്യും. അതിലും ചെറിയൊരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഇപ്പോൾ കോൾകോം ആണെങ്കിലും നമ്മുടെ ആപ്പിൾ ആണെങ്കിലും ഈ ഒരു ഡിസൈൻ മേടിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഡിസൈനിന്റെ ലേഔട്ട് മേടിച്ചിട്ട് ഫുൾ അവർ റീഡിസൈൻ ചെയ്യും. അതേസമയത്ത് മീഡിയടെക് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണോ മേടിക്കുന്നത് അതുപോലെ തന്നെയാണ്, ചെറിയ മാറ്റങ്ങൾ മാത്രമേ വരുത്താറുള്ളൂ. അതുപോലെ ചെയ്തിട്ട് അവർ ഫിറ്റ് ചെയ്ത് കൊടുക്കാറാണ് പതിവായിട്ടുള്ളത്. അതേസമയത്ത് കോൾകോമും ആപ്പിളും വർക്ക് ചെയ്യുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ARM എന്ന് പറയുന്ന കമ്പനി അത്രമാത്രം പവർഫുൾ ആണെങ്കിൽ അവർ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്? ARM എന്ന് പറയുന്ന കമ്പനി ബാക്കിയുള്ള കമ്പനീസിന് ഡിസൈൻ വിൽക്കുമ്പോൾ അപ്പോൾ അവർക്ക് പൈസ കിട്ടും. അതുപോലെ തന്നെയാണ് റോയാലിറ്റി ഫീസും ഉണ്ട്. അതായത് ഇത്ര ശതമാനം കമ്മീഷൻ നമ്മുടെ ARM-ന് പോകും ഒരു ചിപ്സെറ്റ് സെല്ലാവുമ്പോൾ. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് കൂടെ കൊടുത്തേക്കുക. അപ്പോൾ ഇനി എന്താണ് ഈ നാനോമീറ്റർ എന്ന് പറയുന്നത്? അതുപോലെ തന്നെ ഒക്ടാ കോർ CPU എന്ന് പറയുന്നുണ്ട്. ആദ്യം ഈ ഒക്ടാ കോർ, ഹെക്സാ കോർ അല്ലെങ്കിൽ ഡെക്കാ കോർ എന്നൊക്കെ പറയുന്ന മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇത് CPU-ന്റെ
കോറിന്റെ കൗണ്ട് ആണ് പറയുന്നത്. നോർമലി നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന മിക്ക CPU നോക്കുകയാണെങ്കിൽ നമുക്ക് ഒക്ടാ കോർ CPU ആണ് കിട്ടുന്നത്. മീൻസ് 8 കോർ CPU ആണ്. അതിൽ എല്ലാ കോറും മാക്സിമം പെർഫോമൻസ് റൺ ചെയ്യുന്നതല്ല, മെയിൻ ആയിട്ട് 3 രീതി സ്പ്ലിറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ 2 രീതി സ്പ്ലിറ്റ് ചെയ്യാം. ഒന്നാമത്തേന്ന് പറയുന്നത് പ്രൈം കോർ ആയിരിക്കും. മാക്സിമം പെർഫോമൻസ് ഉള്ള 2 കോർ കാണും ഈ ഒരു CPU-ന്റെ കൗണ്ടിനകത്ത്. പിന്നെ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് കോർ കാണും, അതും 2 ആയിരിക്കും മിക്ക CPUസിനകത്തും കാണാൻ പറ്റുന്നത്. അത് നോക്കുകയാണെങ്കിൽ പ്രൈം കോറിനെക്കാട്ടും ലേശം പെർഫോമൻസ് കുറവായിരിക്കും എന്നും പറഞ്ഞ് ഒരുപാട് വ്യത്യാസമൊന്നും കാണത്തില്ല. പിന്നെ ഉള്ളതാണ് 4 എഫിഷ്യൻസി കോർ കൊടുക്കാറുണ്ട്. ഈ എഫിഷ്യൻസി കോർ എന്ന് പറയുന്നത് പെർഫോമൻസ് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. ഈ ബേസിക് ടാസ്ക് ഒക്കെ ചെയ്യാൻ വേണ്ടി ഈ ഒരു എഫിഷ്യൻസി കോറാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ബാറ്ററി ലൈഫ് നമുക്ക് നല്ലോണം സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ കോർ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ എല്ലാ കോറും ഹൈ പെർഫോമൻസ് റൺ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ബാറ്ററി കൺസ്യൂം ചെയ്യുന്നതാണ്. ഇതിപ്പോൾ മാനുഫാക്ചേഴ്സിന് അവരുടേതായിട്ടുള്ള കുറേ രീതിയിലൊക്കെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ചില കമ്പനീസ് എഫിഷ്യൻസി കോർ കൊടുക്കണമെന്നൊന്നും ഇല്ല. നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 8 Elite നോക്കുകയാണെങ്കിൽ അതിൽ വന്നിട്ട് നമുക്ക് 2 പ്രൈം കോറും ബാക്കിയുള്ള എല്ലാ കോറും നോക്കുകയാണെങ്കിലും പെർഫോമൻസ് കോറാണ്. അവിടെ നമുക്ക് എഫിഷ്യൻസി കോർ ആയിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. Qualcomm ക്ലീൻ ചെയ്യുന്നത് ബെറ്റർ പെർഫോമൻസിന് വേണ്ടിയാണ് ആ ഒരു എഫിഷ്യൻസി കോർ മാറ്റിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വേറെ ഒന്നുമില്ല, ഏത് ബ്രാൻഡ് വേണോ എങ്ങനെ വേണോ അത് യൂട്ടിലൈസ് ചെയ്യാം. 8 കോർ CPU ആണ് നമുക്ക് ഒക്ടാ കോർ എന്ന് പറയുന്നത്. ഇപ്പോൾ 4 കോർ CPU ആണെങ്കിൽ നമുക്ക് കോഡ് കോർ എന്ന് പറയാൻ പറ്റും. ആൻഡ് 2 കോർ ആണെങ്കിൽ ഡുവൽ കോർ, 10 കോർ ആണെങ്കിൽ ഡെക്കാ കോർ എന്നും പറയാറുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ ഈ ഒരു കോറിന്റെ സ്പീഡാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 2 പ്രൈം കോർ കൊടുത്തിട്ടുണ്ടാവും, അതിനായിരിക്കും മാക്സിമം പെർഫോമൻസ്. ഇപ്പൊ 4.3 GHz പ്രൈം കോറിന്റെ മാക്സിമം പെർഫോമൻസ് എങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡുള്ള അല്ലെങ്കിൽ നല്ല പവർഫുൾ CPU ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് എത്രമാത്രം ഇതിന്റെ ആ ഒരു നമ്പർ കൂടും അത്രമാത്രം എനർജി എഫിഷ്യൻസി അവിടെ കുറയും. അപ്പൊ ഇനി എന്താണ് ഈ നാനോമീറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ NM എന്ന് പറയാറുണ്ട്. മിക്ക ചിപ്സെറ്റ് കൂടെ അവർ പറയുന്നത് ഹൈലൈറ്റഡ് ഫാക്ടറാണ് ഈ 2 നാനോമീറ്ററിന്റെ ഫാബ്രിക്കേഷൻ ആണ്, അല്ലെങ്കിൽ 5 നാനോമീറ്ററിന്റെ ഫാബ്രിക്കേഷൻ ആണെന്നൊക്കെ എടുത്തു പറയാറുണ്ട്. അപ്പോൾ ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എത്രമാത്രം ഈ ഒരു നാനോമീറ്റർ ചെറുതാവും അത്രമാത്രം എഫിഷ്യന്റ് ആയിരിക്കും. ആൻഡ് ബാറ്ററി ലൈഫ് ഇംപ്രൂവ് ആവും, അതുപോലെ തന്നെ ഹീറ്റിംഗ് കുറയും. അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ നാനോമീറ്റർ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ട്രാൻസിസ്റ്റേഴ്സ് വെച്ചിട്ടാണ് ഈ ഒരു ചിപ്സെറ്റ് ഡിസൈൻ ചെയ്യുന്നത്. സോ ഈ ഒരു ട്രാൻസിസ്റ്റേഴ്സിന്റെ ഗ്യാപ്പാണ് ഈ ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത്. എത്രമാത്രം ഈ ഒരു ഗ്യാപ്പ് കുറയും അത്രമാത്രം എഫിഷ്യൻസി ഒക്കെ ഇംപ്രൂവ് ആവുന്നതാണ്. അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന കമ്പനീസ് എല്ലാം ഇതിനു വേണ്ടി വർക്ക് ചെയ്യുകയാണ്, ഈ നാനോമീറ്റർ മാക്സിമം ചെറുതാക്കാൻ വേണ്ടി. അങ്ങനെ ഒരു കാലം വരും എന്തായാലും 0.5 നാനോമീറ്റർ വരെ നമ്മുടെ ചിപ്സെറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ എത്തുകയാണെങ്കിൽ വളരെ എനർജി എഫിഷ്യന്റ് ആയിരിക്കും ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കാൻ പറ്റിയ ഒരു പോയിന്റ് ആണ് ഈ ഒരു SoC എന്ന് പറയുന്ന യൂണിറ്റ് ആരാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. മിക്ക ആൾക്കാർ ആൻസർ കോൾകോമോ, മീഡിയടെക്കോ, സാംസങ്ങോ അല്ലെങ്കിൽ ഇപ്പോൾ ആപ്പിളോ എന്നൊക്കെ ആയിരിക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് 2 ഫേമസ് കമ്പനിയാണ് ഈ ഒരു SoC മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ഉള്ളത്. ഒന്ന് TSMC, ഒന്ന് സാംസങ്. എന്ന് വെച്ചാൽ ഈ ഒരു കോൾകോം ആയാലും ആപ്പിൾ ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ സാംസങ്ങിന്റെ Exynos സീരീസ് ഒക്കെ ആയാലും ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ ഒരു പ്ലാന്റ് വേണം. അത് ഈ കമ്പനീസ് സ്വന്തമായിട്ടല്ല ചെയ്യുന്നത്, ഈ 2 കമ്പനീസിന്റെ പ്ലാന്റ് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ഇപ്പോൾ കോൾകോം പോയി TSMC എടുത്ത് ഓർഡർ കൊടുക്കുകയാണ്, എനിക്ക് ഇത്ര ചിപ്സെറ്റ് വേണമെന്ന് പറയുമ്പോൾ അവർ ഇത്രയും ചിപ്സെറ്റ് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കും. ഈ ഒരു TSMCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ടൈവാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനി എന്നാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയാണ് മെയിൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം അവർ ഫാബ്രിക്കേഷൻ ടെക്നോളജിയും അല്ലെങ്കിൽ അവരുടെ മാനുഫാക്ചറിംഗ് ഒക്കെ ഫാർ ബെറ്റർ ആണ് സാംസങ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. എന്നിരുന്നാൽ പോലും ഈ 2 കമ്പനീസാണ് മെയിൻ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു SoC മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി. പിന്നെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കുന്ന ഒരു പോയിന്റ് ആണ് നമ്മുടെ ചിപ്സെറ്റും നമ്മുടെ ഫോണുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട്. അതായത് ഫോണിന്റെ സ്പെക്ക് എന്തൊക്കെ വരണം അല്ലെങ്കിൽ ഫോൺ എത്രമാത്രം സപ്പോർട്ട് കൊടുക്കണമെന്നൊക്കെ ചിപ്സെറ്റ് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതിപ്പോൾ ഫോണിൽ എത്രമാത്രം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണെങ്കിലും അതിൽ ഏതൊക്കെ ഹാർഡ്വെയർ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിലും നമ്മുടെ ചിപ്സെറ്റ് വേണം. ചിപ്സെറ്റ് ഉള്ളതിനെക്കാട്ടും കൂടുതൽ ഹാർഡ്വെയർ കൊടുത്തെന്നും പറഞ്ഞാൽ ആ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ഫോർ എക്സാമ്പിൾ സ്നാപ്ഡ്രാഗൺ 695 എന്ന് പറയുന്ന ചിപ്സെറ്റ് നമുക്ക് 18,000 റുപ്പീസിനൊക്കെ മേടിക്കാൻ പറ്റും. ആ ഒരു ചിപ്സെറ്റ് ഉള്ള ഫോൺ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായും താഴെ കമന്റ്സിൽ മെൻഷൻ ചെയ്യുക. ആ ഒരു ചിപ്സെറ്റിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിൽ 4K വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല, 4K വീഡിയോസ് പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് HDR വീഡിയോസ് പോലും ആ ഒരു SoCയിൽ പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ഫോണിൽ HDR ഡിസ്പ്ലേ കൊടുത്തെന്നും പറഞ്ഞ് വലിയ യൂസ് ഇല്ല, ഒന്നാമത്തെ റീസൺ. അതുപോലെ തന്നെയാണ് ആ ഒരു ഫോണിലുള്ള ഡിസ്പ്ലേയുടെ ക്വാളിറ്റി നമുക്ക് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. 2 പിന്നെ അതിന്റെ സെൻസർ നോക്കുകയാണെങ്കിൽ നമുക്ക് 4K വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സെൻസർ ആയിരിക്കും. എന്നിരുന്നാൽ പോലും നമുക്ക് ചിപ്സെറ്റ് പവർഫുൾ അല്ല അല്ലെങ്കിൽ ചിപ്സെറ്റ് സപ്പോർട്ട് കൊടുക്കാത്തതുകൊണ്ട് തന്നെ 4K വീഡിയോസ് അങ്ങനത്തെ ഡിവൈസ് യൂസ് ചെയ്ത് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. അതേ സമയത്ത് നമ്മൾ ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 300 മെഗാ പിക്സലിന്റെ സപ്പോർട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമുക്ക് 7 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന്റെ സപ്പോർട്ട്, അങ്ങനെ ഒരുപാട് സ്പെസിഫിക്കേഷൻ കാണും. പക്ഷേ ഇതൊന്നും എല്ലാ ബ്രാൻഡും യൂട്ടിലൈസ് ചെയ്യാറില്ല.
എന്തിനു പറയട്ടെ, കോൾകോമിന്റെ ലാസ്റ്റ് ഇയറിലുള്ള ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ്. സോ ആ ഒരു 8 Gen 3 ഫ്രണ്ട് ക്യാമറ 4K സപ്പോർട്ട് എന്തായാലും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ചില കമ്പനീസ് ഈ ഒരു ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് 4K വീഡിയോ റെക്കോർഡിംഗ് കൊടുക്കാറേ ഇല്ല, 1080p ആണ് കൊടുക്കുന്നത്. എനിക്കറിയത്തില്ല എന്താണെന്ന്, പക്ഷെ മിക്ക കമ്പനീസും അങ്ങനെ ചെയ്യാറുണ്ട്. ആൻഡ് ഈ റീസൺസ് എല്ലാം കമ്പനിയാണ് തീരുമാനിക്കുന്നത്. അതായത് ഈ ഒരു ചിപ്സെറ്റ് ഇത്ര സപ്പോർട്ട് ഉണ്ടെങ്കിലും അത് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഈ ഒരു കമ്പനീസ് തീരുമാനിക്കും ഇന്ന സ്പെസിഫിക്കേഷൻ ആണ് നമുക്ക് ഇതിൽ കൊടുക്കാണ്ടത്. ആൻഡ് ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു സിസ്റ്റം ഓൺ എ ചിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ മാത്രമുള്ള ഒരു സംഭവമാണോ? ആക്ച്വലി അല്ല. നമ്മുടെ ഫോണിൽ മാത്രമല്ല, നമ്മുടെ സ്മാർട്ട് വാച്ചസിൽ വരുന്നുണ്ട്, ടാബ്ലറ്റ്സിൽ വരുന്നുണ്ട്, ആൻഡ് ഈവൻ കമ്പ്യൂട്ടറിൽ പോലും ഇപ്പം വരുന്നുണ്ട്. കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ആപ്പിളിൻ്റെ M സീരീസ് ചിപ്പ് M1, M2, M3, M4 ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം SoC ആണ്. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൻ്റെ X സീരീസ് വരുന്ന ചിപ്സെറ്റും ഉണ്ട് ലാപ്ടോപ്പിന് വേണ്ടി. സോ അതും നോക്കുകയാണെങ്കിൽ ഒരു SoC ആണ്. ആർമിൻ്റെ ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നമ്മുടെ ഇന്റലോ അല്ലെങ്കിൽ AMDൻ്റെ X86 പ്ലാറ്റ്ഫോമിൽ വെച്ച് നോക്കുമ്പോൾ സോ എനർജി എഫിഷ്യൻ്റ് ആണ്. നോർമലി ഈ ഒരു X86 പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഇന്റൽ ആയാലും AMD ആയാലും ബാറ്ററി ഒരുപാട് കൺസ്യൂം ചെയ്യും. അതേ സമയത്ത് ഈ ഒരു ആർമിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി നല്ല ബാറ്ററി ലൈഫ് പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ കുറെ കമ്പനീസ് ഇതിന് വേണ്ടി അഡാപ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വിൻഡോസിൽ നോക്കുകയാണെങ്കിൽ അത്രമാത്രം എത്തിയിട്ടില്ലെങ്കിലും ആപ്പിളിന്റെ ഡിവൈസ് കംപ്ലീറ്റ്ലി ആർമിന്റെ സ്ട്രക്ചറിലാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൽ ഏതെങ്കിലും പോയിന്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ്സിൽ മെൻഷൻ ചെയ്യാനും മറക്കണ്ട. ദിസ് ഈസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.